ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട് മദ്യപിച്ച ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയ എസ് ഐക്കെതിരെ കേസ് എന്നൊരു വാർത്ത വരുന്നു. ബാലുശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ രാധാകൃഷ്ണനെതിരെയാണ് കേസെടുത്തത്. എന്താണ് എസ് ഐ രാധാകൃഷ്ണൻ ചെയ്തത് നമുക്ക് നോക്കാം. കഴിച്ച ഭക്ഷണത്തിൻ്റെ പണം ചോദിച്ചതാണ് എസ് ഐ രാധാകൃഷ്ണനെ പ്രകോപിപ്പിച്ചത്. പോലീസുകാരോട് പണം ചോദിക്കുന്നു, ഭീഷണിപ്പെടുത്തിയാൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഈ രാധാകൃഷ്ണൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. രാധാകൃഷ്ണൻ അല്പം മദ്യപിച്ച് അലമ്പായി തകർത്താടുന്ന രംഗങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ബാലുശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ രാധാകൃഷ്ണനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ദീപക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, രണ്ടടിച്ചിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകാൻ നോക്കിയപ്പോഴാണോ പൊക്കിയത്? എന്താ സംഭവം? അങ്ങനെ തന്നെയാണ്. ഈ അറപ്പീടികയിലുള്ളൊരു ഹോട്ടലാണ് ഈ സംഭവം നടക്കുന്നത്. നേരത്തെയും ഈ ഗ്രേഡ് എസ് ഐ രാധാകൃഷ്ണൻ ഈ ഹോട്ടലിലേക്ക് എത്തുകയും പാഴ്സൽ ഉൾപ്പെടെ വാങ്ങിച്ച് പോവുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് അവിടുന്ന് വരുന്നത്. പക്ഷേ ഈ പണം കൊടുക്കുന്നതിൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാരനോട് ആരുടെ പണം ചോദിക്കാനെന്നുള്ള ആ തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോട്ടൽ ഉടമ തൽക്കാലം ഇനി അങ്ങനെ സൗജന്യമായി നൽകേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് പോവുകയും ജീവനക്കാരോട് പണം ആവശ്യപ്പെടണം എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ജീവനക്കാർ പണം ആവശ്യപ്പെട്ടത്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ എസ് ഐ പ്രകോപിതനാവുകയും അവിടെ വലിയ തരത്തിലുള്ള ബഹളം വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തെ ആരൊക്കെയോ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ പുറത്തെത്തിയിട്ടും ആ ഭീഷണി തുടരുകയായിരുന്നു. അങ്ങനെ പോലീസിൽ പരാതി നൽകി ഹോട്ടൽ ഉടമ. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ അത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു നീക്കമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി പോലീസിന് കേസെടുക്കാതെ നിർവാഹമില്ല എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഗ്രേഡ് എസ് ഐ രാധാകൃഷ്ണനെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആഭ്യന്തര അന്വേഷണം ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐക്കെതിരെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൊള്ളാം ദീപക്. എന്തായാലും പണ്ട് കാലത്തായിരുന്നു ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരുന്നത്. ഹോട്ടലിൽ പോയാൽ ഈ പറയുന്ന പോലീസുകാർ ഏമാന്മാർ പൈസ കൊടുക്കാതെ ഫുഡ് അടിച്ചിട്ട് പോകുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ പോലീസ് സേനയിൽ കാര്യമായ മാറ്റം വന്നു. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാൽ പോലീസ് ഏമാന്മാർക്ക് പ്രത്യേകിച്ച് കൺസെഷൻ അനുവദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് തന്നെ പോകുന്ന പോലീസുകാരെ നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ഈ പോലീസുകാർ അങ്ങോട്ട് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ആവേശം വരാറുണ്ട്. അതാണിപ്പോൾ രാധാകൃഷ്ണന് സംഭവിച്ചിരിക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ ചേട്ടാ, ആ പൊറോട്ടയുടെയും ബീഫിൻ്റെയും പൈസ കൊടുത്തിരുന്നെങ്കിൽ ഇത്ര വലിയ ഗുലുമാലാകുമായിരുന്നു. ഇപ്പോൾ നാട്ടുകാരും കണ്ടു, ആകെ നാറ്റക്കേസായി. ഇനിയിപ്പോൾ അന്വേഷണം വരും. ആ പൈസ കൊടുത്തങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ അല്ലേ?